ഹായ്, ഞാൻ ഇന്ന് തികച്ചും സ്പെഷ്യലായ പലതരം ചായകളെ പറ്റിയാണ് പറയുന്നത്. ഈ ചായകൾ തികച്ചും സ്പെഷ്യൽ തന്നെയാണ്. നമ്മൾ ഇന്ന് വരെ ഇട്ട് കുടിച്ചിട്ടുള്ള ജിഞ്ചർ ടീ, ലെമൺ ടീ, അങ്ങനെയുള്ള ഏലക്ക ഇതൊക്കെ ചേർത്ത് നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടല്ലേ. ആ ചായകളെ പറ്റിയൊക്കെ നമുക്കറിയാം. ഇത് അതൊന്നുമല്ല, തികച്ചും സ്പെഷ്യലാണ്. ഇതിലേതെങ്കിലും ഒരു ചായ നിങ്ങളൊന്ന് ശീലമാക്കി നോക്കൂ. വളരെ ഹെൽത്തിയാണ്. ഒരു ദിവസം ഫുള്ളായി നമുക്ക് നല്ല ഉന്മേഷത്തോടെ ഇരിക്കാൻ ഇതിലൊരു ചായ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ചായ കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കട്ടൻ ചായ ആയാലും ഇതിലേത് ഐറ്റം കൊണ്ട് കട്ടൻ ചായയോ ചായയോ ഉണ്ടാക്കും, ഒന്ന് ശീലമാക്കി നോക്കൂ. ഇതിലാദ്യത്തെ ചായ എന്ന് പറയുന്നത് ചായയ്ക്ക് ആവശ്യമായ പാലൊഴിക്കുക, പിന്നെ അതിൽ വെള്ളം ഒഴിക്കുക. ഞാൻ 2 ഗ്ലാസ് ചായയ്ക്കാണ്. നിങ്ങൾ എത്ര പാലാണ് എടുക്കുന്നത് അതനുസരിച്ചുള്ള പാലും വെള്ളവും ഒക്കെ ഒഴിച്ചാൽ മതി. എന്നിട്ട് തേയില, ആവശ്യത്തിനുള്ള തേയില ഇട്ട് ഞാൻ പഞ്ചസാര ഇട്ടിട്ട് ഇനിയാണ് ആ ഐറ്റം ചേർക്കുന്നത്. കറിവേപ്പിലയാണ്, കഴുകി വൃത്തിയാക്കിയ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒരു 2 മിനിറ്റ് കറിവേപ്പില ഒന്ന് വേവിക്കണം. അത് ശരിക്ക് വെന്ത കറിവേപ്പിലയുടെ രസമെല്ലാം ആ ചായയിലേക്ക് ഊറി ഇറക്കത്തക്ക വിധം 2 മിനിറ്റ് വേവിച്ചിട്ട് നമുക്കത് അരിപ്പയിൽ അരിച്ചെടുക്കാം. അരിച്ച് വേറെ മാറ്റി 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ അടിച്ചെടുത്ത് നമുക്ക് കുടിക്കുന്ന ഗ്ലാസ്സിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ചായ കുടിക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനത്തെ കറിവേപ്പിലിട്ട ചായ ഇട്ട് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും അത് ഇഷ്ടമാകും. അല്ല പാൽ ചായ അല്ല കട്ടൻ ചായ കുടിക്കുന്നവരാണെങ്കിൽ പാലൊഴിവാക്കി കട്ടൻ ചായയിൽ ഇതിട്ടാലും മതി. വളരെ ടേസ്റ്റിയാണ്. ഒരു ദിവസമെങ്കിലും ചായ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി കുടിച്ചു നോക്കൂ, ഉറപ്പായിട്ട് ഇഷ്ടമാവും. ഇനി നമുക്ക് രണ്ടാമത്തെ ചായ ഏതാന്ന് നോക്കാം. അതിൽ ചായയ്ക്ക് ആവശ്യമായ പാലും വെള്ളവും ഒരുമിച്ചൊഴിക്കുക. ഞാൻ 2 ഗ്ലാസ് ചായയാണ് ഇടുന്നത്. അതിൽ ഇട്ടിട്ട് ഇനിയാണ് നമ്മൾ ചേർക്കുന്നത് മഞ്ഞളിൻ്റെ ഇലയാണിത്. അത് കുറച്ച് മഞ്ഞളിൻ്റെ ഇല ചെറുതായിട്ട് നുറുക്കി ഇതിലേക്ക് ഇടുക. എന്നിട്ട് നമ്മളത് തിളയ്ക്കാനായിട്ട് വെക്കുക. എന്നിട്ട് തേയില, ആവശ്യത്തിനുള്ള തേയിലയും പഞ്ചസാരയും ഇട്ടിട്ട് മഞ്ഞളിൻ്റെ ഇല ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റെങ്കിലും നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിക്കുക. വേവിക്കുമ്പോൾ മഞ്ഞളിൻ്റെ എല്ലാ രുചിയും ആ ചായയിലേക്ക് ഊറി ഇറങ്ങും. അതിനുശേഷം നമുക്ക് സാധാരണ പോലെ ചായ അരിപ്പയിലേക്ക് അരിച്ചൊഴിച്ച് 2 പ്രാവശ്യം അങ്ങോട്ട് ഇങ്ങോട്ട് അടിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ചായ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഭയങ്കര ഹെൽത്തിയാണ്. മഞ്ഞളിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ആ ചായ തിളയ്ക്കുമ്പോഴും അത് കുടിക്കുമ്പോഴുള്ള ടേസ്റ്റ് നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു ദിവസം കുടിച്ചാൽ നിങ്ങളിത് പിന്നെ ശീലമാക്കാൻ തന്നെ ശ്രമിക്കും. അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഈ മഞ്ഞൾ ചായ ഒന്ന് ഇട്ട് നോക്കൂ. മഞ്ഞൾപ്പൊടി ഇട്ടാൽ നമുക്ക് ചായയുടെ കളർ മാറും. മഞ്ഞളിൻ്റെ ഇല ഇടുമ്പോൾ കളറിനൊന്നും ഒരു വ്യത്യാസവും വരില്ല. നല്ല ടേസ്റ്റി ആകത്തേ ഉള്ളൂ. ഒരു മഞ്ഞൾ ചായ ഒന്ന് ഇട്ട് നോക്കൂ ഒരിക്കലെങ്കിലും. ഇനി ഞാനൊരു കട്ടൻ ചായയാണ് ഇടുന്നത്. കട്ടൻ ചായയ്ക്ക് ആവശ്യമായ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ട് ഞാനൊരു കപ്പ് എടുത്തിട്ട് അതിലേക്ക് നാരകത്തിൻ്റെ ഇലയാണ്, അത് ഒന്ന് മുറിച്ച് നാരകത്തിൻ്റെ ഇല ആ കപ്പിലേക്ക് ഇട്ട് ആവശ്യമുള്ള നാരകത്തിൻ്റെ ഇല ഇടുക. പാൽ ചായയാണ് ഇടുന്നതെങ്കിൽ ഈ നാരകത്തിൻ്റെ ഇല തിളയ്ക്കുന്ന വെള്ളത്തിലും പാലിടുമ്പോൾ തേയിലയോടൊപ്പം തന്നെ അങ്ങ് ഇടണം. ഇത് കട്ടൻ ചായയാണ് കപ്പിലേക്ക് ഇട്ടത്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും ചേർത്ത് ഒരല്പം തേയിലയും ഇടുക. ഇട്ടിട്ട് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് ഒഴിച്ചു വെക്കുക. ഇതേപോലെ തിളയ്ക്കുമ്പോൾ എടുത്ത് നമുക്ക് കപ്പിലേക്ക് ഒഴിച്ച് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. സ്റ്റീൽ കപ്പിൽ അടച്ചു വെക്കുമ്പോഴത്തേക്ക് എന്തായാലും തണുക്കത്തില്ല, ചൂടാറിപ്പോകത്തില്ല. നമുക്കിതുപോലെ അടച്ചു വെച്ച് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് അരിച്ചെടുക്കാവുന്നതാണ്. അരിച്ചെടുക്കുമ്പോൾ നാരകത്തിൻ്റെ എല്ലാ രുചിയും ആ കട്ടൻ ചായയിൽ ഊറി വന്നിട്ടുണ്ടാവും. പാൽ ചായ ആണെങ്കിൽ ഇത് പാല് തിളയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ നമുക്കങ്ങ് വെച്ച് 2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. കട്ടൻ ചായയ്ക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഈ 3 ചായയിൽ ഏതെങ്കിലും ഒരു ചായ നിങ്ങളൊന്ന് ശീലമാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഷെയർ ചെയ്യണേ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഇട്ട് നോക്കിയിട്ട് അറിയിക്കണേ.